ഏറ്റവും പുതിയ വാർത്തയിലേക്ക് PS പ്രസാദിന്റെ കാലാവധി നീട്ടില്ല. സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെയും പ്രസിഡന്റിനെതിരെയും ഗുരുതര ആരോപണം വന്ന അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടേണ്ട എന്ന വിലയിരുത്തലിൽ CPM എത്തിയിരിക്കുന്നു. അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കും. CPIയുടെ ബോർഡ് അംഗമായി CPI സംസ്ഥാന കൌൺസിൽ അംഗമായി വിളപ്പിൽ രാധാകൃഷ്ണനെ തീരുമാനിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ MP A സമ്പത്തിനെ പരിഗണിക്കാൻ സാധ്യത. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഈ കാലാവധി നീട്ടുന്നില്ല എന്ന തീരുമാനത്തിനപ്പുറത്ത് എന്ത് സാധ്യതയാണ് സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത്? ഇന്നലെ അടക്കം കോടതിയിൽ നിന്ന് വന്ന ഉത്തരവിൽ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം എന്തിന് സർക്കാരിന്റെ ഉത്തരവാദിത്തം പോലും വ്യക്തമാക്കി പറയുന്നതിനിടയിൽ PS പ്രശാന്തിനെയും ആരോപണ വിധേയരായ മറ്റാളുകളെയും കാലാവധി നീട്ടി നൽകി പോറ്റാൻ എന്നുള്ളൊരു തീരുമാനം സർക്കാരിന് എടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത് ആ ഒരു വിലയിരുത്തൽ CPM-നകത്ത് ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് CPM നേതൃത്വം എത്തുക. മുൻ MP കൂടിയായിട്ടുള്ള A സമ്പത്തിനെയാണ് പ്രാഥമികമായി പരിഗണിക്കുന്നത്. ഒരു ജാതി സമവാക്യങ്ങളൊക്കെ കൂടി നോക്കിയ ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. അത് പുറത്ത് അങ്ങനെ പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ആയിരിക്കാനൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പം ദേവസ്വം ബോർഡിൻ്റെ അംഗമായിട്ട് ഇപ്പോൾ ഉള്ള അജികുമാർ അദ്ദേഹം ഒഴിയുന്നതോടുകൂടി വിളപ്പിൽ രാധാകൃഷ്ണൻ അദ്ദേഹം CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, ഒപ്പം തന്നെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരിഗണിക്കാമെന്നൊരു തീരുമാനത്തിലേക്കാണ് CPI നേതൃത്വം എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം CPM-നെ അറിയിച്ചിട്ടുമുണ്ട്. ഇനി ഏതായാലും CPM-ന്റെ ഭാഗത്തു നിന്നാണ് ഇനിയൊരു തീരുമാനം വരേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ആരെ പരിഗണിക്കുമെന്നത് സംബന്ധിച്ച് മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏതായാലും കൂടുതൽ പേരിലേക്കൊന്നും തന്നെ CPM ഇപ്പോൾ നിലവിൽ എത്തിച്ചേർന്നില്ല. അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പേരുകൾ വരുമോ എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുന്നു. അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ യോഗങ്ങളുടെ ഒരു സമയമാണ് ഇത്. ഇന്നും ജില്ലയിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തൈക്കാട് DC ഓഫീസിലെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്കും എത്തും. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെതിരെ അടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. കൂടുതൽ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ കടുത്ത നിലപാടിലേക്ക് SIT പോവുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിൽ എന്നത് ഒഴിവാക്കി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിൽ എന്നതാക്കി മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും അത് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് ദേവസ്വം ബോർഡിനെ നേരെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് മറ്റ് നിയമ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ അത് സർക്കാരിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും ക്ഷീണം ചെയ്യും. തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സർക്കാരും അതോടൊപ്പം തന്നെ CPM അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ബോർഡ് തന്നെ അതിൻ്റെ കാലാവധി 13-ാം തീയതി പൂർത്തിയാകുമ്പോൾ പുതിയൊരു ബോർഡിനെ തെരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇപ്പോൾ CPM തയ്യാറാകുന്നത്. അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം 2 ദിവസത്തിനുള്ളിൽ ഏതായാലും അറിയാം. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകുന്നത്. PS പ്രശാന്ത് പുറത്തേക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.